സ്ലൊവേനിയയിലെ ബ്ലെഡ് എന്ന പ്രദേശത്തെ ബ്ലെഡ് തടാകക്കരയിലെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. അതിമനോഹരമായ ഒരു പ്രദേശമാണ് ബ്ലെഡ്. ഒരു വലിയ തടാകവും അതിന്റെ തീരത്തെ നിർമ്മിതികളുമെല്ലാമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് അലേഷ് നൊവാക്. ഇവിടെ എന്റെ ഡ്രൈവറും ഗൈഡുമെല്ലാം അലേഷാണ്. ഇനി ഞങ്ങൾ പോകുന്നത് വില്ല ബ്ലെഡ് എന്നറിയപ്പെടുന്ന ഒരു ആഡംബര വസതിയുടെ സമീപത്തേക്കാണ്. ഒരു വേനൽക്കാല വസതിയായിരുന്നു ഇത്. യൂഗോസ്ലാവിയയിലെ മുൻ ഭരണാധികാരിയായിരുന്ന മാർഷൽ ടിറ്റോയുടെ വസതി. ചരിത്രം ഏറെ കണ്ട ഒരു വീടാണിത്. ഇപ്പോൾ വില്ല ബ്ലെഡ് എന്നു പേരുള്ള ഒരു ഹോട്ടലാണിത്. അതിന്റെ മുറ്റത്ത് അലേഷ് കാർ കൊണ്ടുചെന്ന് നിർത്തി. രണ്ടാം ലോകമഹായുദ്ധാനന്തരം യൂഗോസ്ലാവിയയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിച്ച മാർഷൽ ടിറ്റോ നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുമായിരുന്നു. വീടിന്റെ മുറ്റത്തുകൂടി ബ്ലെഡ് തടാകത്തിന്റെ വിശദമായ കാഴ്ച ലഭിക്കുന്ന ഒരു ഭാഗത്തേക്ക് നടക്കുകയാണ് ഞാൻ. മഞ്ഞുകാലത്തിന്റെ പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ഏറെ നിർജീവമായി പോയ ഒരു ഉദ്യാനം. ഊട്ടിയിലെയോ കൊടൈക്കനാലിലെയോ തടാകതീരത്താണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നും. മാർഷൽ ടിറ്റോയുടെ പദവിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്യാഡംബരമുള്ളതെന്നൊന്നും പറയാനാവാത്ത ഒരു വേനൽക്കാല വസതി. പ്രധാനപ്പെട്ട അതിഥികളെ പ്രസിഡന്റ് ടിറ്റോ ഇവിടെയാണ് സ്വീകരിച്ചിരുന്നത്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കളായിരുന്നു ആ അതിഥികളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. ചേരുചേരാ രാഷ്ട്രത്തലവന്മാർ യൂഗോസ്ലാവിയ സന്ദർശിക്കുമ്പോൾ അവർക്ക് ആതിഥ്യമരുളിയിരുന്നതും ഈ കൊട്ടാരസമാനമായ വസതി തന്നെയായിരുന്നു. ടിറ്റോയുടെ വേനൽക്കാല വസതിയായി ഇത് മാറുന്നതിനു മുൻപ് തന്നെ ഇവിടെ ഒരു ചെറു കൊട്ടാരമുണ്ടായിരുന്നു. യൂഗോസ്ലാവിയൻ രാജകുടുംബത്തിന്റെ സമ്മർ പാലസ് ആയിരുന്നു അത്. മാർഷൽ ടിറ്റോയുടെ മരണശേഷം 1984 ഇതൊരു ഹോട്ടലാക്കി മാറ്റിയത്. ഇന്നത്തെ സ്ലൊവേനിയൻ തലസ്ഥാനമായ ലുബ്ലിയാനയിൽ യൂഗോസ്ലാവിയൻ പ്രസിഡന്റിന് ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അവിടെ എത്തുന്ന വേളകളിലെല്ലാം ടിറ്റോ ഏതാനും ദിവസങ്ങൾ ഇവിടെയും വന്ന് താമസിക്കുന്നത് പതിവായിരുന്നു എന്നാണ് ചരിത്രം. വീടിന്റെ മുറ്റത്തു നിന്നാൽ ബ്ലെഡ് തടാകവും അതിനു മധ്യത്തിലുള്ള ബ്ലെഡ് ഐലൻഡും അതിലെ പള്ളിയുമെല്ലാം കാണാം. ചരിത്രവും ഐതിഹ്യങ്ങളും ഇഴചേർന്നു കിടക്കുന്ന ഒരു ദ്വീപും ദേവാലയവുമാണത്. ദ്വീപിന്റെ താഴ്വാരത്തു നിന്നും പള്ളിയങ്കണം വരെ 99 പടവുകളുണ്ട്. ബ്ലെഡ് നിവാസികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു ചടങ്ങ് ഇപ്പോഴും അവിടെ നടക്കാറുണ്ട്. വിവാഹ ദിവസം പള്ളിമണി മുഴങ്ങുന്നതിനു മുന്നോടിയായി വരൻ വധുവിനെ കൈകളിലെടുത്തുകൊണ്ട് ആ പടവുകൾ കയറി തീർക്കണം. ഈ സമയത്ത് വധു ഒന്നും സംസാരിക്കാൻ പാടില്ല. വേനലിൽ ബ്ലെഡ് ഐലൻഡ് സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് കൗതുക കാഴ്ചയാണ് വധുവിനെയും ചുമന്നുകൊണ്ടുള്ള വരന്റെ മലകയറ്റം. തടാകത്തിനപ്പുറം മഞ്ഞു വീണ് കിടക്കുന്ന ജൂലിയൻ ആൽപ്സിന്റെ മലനിരകൾ കാണാം. അതിനെല്ലാം അഭിമുഖമായി എങ്ങനെ നിലകൊള്ളുകയാണ് പഴയ യൂഗോസ്ലാവിയൻ പ്രസിഡന്റിന്റെ സുഖവാസ വസതി. ക്രൊയേഷ്യയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ജോസിഫ് ബ്രോസ് ആണ് പിന്നീട് മാർഷൽ ടിറ്റോ എന്ന പേരിൽ ലോകമറിയുന്ന ഭരണാധികാരിയായി മാറിയത്. ലോഹപ്പണിക്കാരനായി ജീവിതം തുടങ്ങിയ ആളായിരുന്നു അദ്ദേഹം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ആസ്ട്രോ ഹംഗേറിയൻ സൈന്യത്തിൽ ചേർന്ന ജോസിഫ് ബ്രോസിനെ റഷ്യൻ സൈന്യം തടവുകാരനാക്കിയിരുന്നു. എന്നാൽ റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ബോൾഷെവിക്കുകൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായ ജോസഫ് യൂഗോസ്ലാവിയയിലെത്തി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി. അക്കാലത്താണ് അദ്ദേഹം ടിറ്റോ എന്ന പേര് സ്വീകരിച്ചത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യൂഗോസ്ലാവിയയിലേക്കെത്തിയ ജർമ്മൻ സൈന്യത്തെ ശക്തമായി ചെറുത്തതോടെയാണ് ടിറ്റോ ലോകശ്രദ്ധ നേടിയത്. യുദ്ധാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യൂഗോസ്ലാവിയയുടെ പ്രധാനമന്ത്രിയും പിന്നീട് പ്രസിഡന്റുമായി തീർന്നു. ടിറ്റോയുടെ വസതിയുടെ ഉൾവശം ചിത്രീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഹോട്ടൽ ആയതിനാൽ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. റിസപ്ഷനോട് ചേർന്നുള്ള ഒരു മുറി കയറി കാണാനുള്ള അനുമതി മാത്രമേ ലഭിച്ചുള്ളൂ. 1984 മുതൽ ഇതൊരു 4 സ്റ്റാർ ഹോട്ടലായി പ്രവർത്തിച്ചു വരികയാണ്. 2011 കെട്ടിടം വിപുലമായ തോതിൽ ഒന്ന് പുതുക്കിപ്പണിതിരുന്നു. 3 നിലകളുള്ള ഹോട്ടലിൽ സർവ്വസജ്ജീകരണങ്ങളുമുള്ള 31 മുറികളാണുള്ളത്. അകം ചൂടാക്കി നിർത്തിയിരിക്കുകയാണെന്നതിനാൽ പുറത്തെ കൊടും തണുപ്പിൽ നിന്നും ഇവിടേക്കെത്തുമ്പോൾ നല്ല സുഖം. പുറത്തിറങ്ങി അലേഷിന്റെ കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റായി നിലകൊള്ളുകയും അതേസമയം സോവിയറ്റ് യൂണിയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യുകയും ചെയ്ത മാർഷൽ ടിറ്റോ എന്ന കരുത്തനായ ഭരണാധികാരിയുടെ സാന്നിധ്യം അനുഭവിച്ച ഉദ്യാനഭാഗങ്ങൾ.
ഒരു കാലത്ത് ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ എത്രയോ രാഷ്ട്ര നേതാക്കൾ ടിറ്റോയുടെ ആതിഥ്യം സ്വീകരിച്ചെത്തിയിരുന്ന പ്രദേശം. ചരിത്രം ഏറെക്കണ്ട ഒരിടം തന്നെയാണ് ബ്ലഡ്. യൂറോപ്പിൽ വിഭിന്ന വംശങ്ങളിൽപ്പെട്ടവർ ഏറ്റവും വിഘടിച്ചു നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പഴയ യൂഗോസ്ലാവിയ. സെർബുകൾ, ക്രൊയാട്ടുകൾ, സ്ലാവുകൾ എന്നിങ്ങനെ തീവ്ര വംശീയതകൾ നിലനിന്ന നാട്. അവരെയെല്ലാം ഒരുമിച്ച് ചേർത്ത് യൂഗോസ്ലാവിയ എന്ന രാഷ്ട്രത്തെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കാനായി എന്നതാണ് മാർഷൽ ടിറ്റോയുടെ നേട്ടം. 1980 മെയ് 4 ലുബ്ലിയാനയിൽ വെച്ചാണ് ടിറ്റോ നിര്യാതനായത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ വിഭിന്ന ദേശീയതകൾ തലപൊക്കുകയും അത് യുഗോസ്ലാവിയ എന്ന രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. യുഗോസ്ലാവിയ വംശാടിസ്ഥാനത്തിൽ 6 രാജ്യങ്ങളായി വേർതിരിഞ്ഞുപോയി. രക്തരൂഷിതമായ വംശീയ യുദ്ധങ്ങൾക്കാണ് മാർഷൽ ടിറ്റോയ്ക്ക് ശേഷം പഴയ യുഗോസ്ലാവിയൻ മേഖല സാക്ഷ്യം വഹിച്ചത്. വേനൽക്കാലത്ത് വലിയ ആഘോഷ കേന്ദ്രമായി മാറുന്ന ഒരിടമാണ് ലേക്ക് ബ്ലഡും അതിന്റെ തീരവും. ഇക്കാണുന്നത് ഒരു പൗലിയനാണ്. തടാകത്തിൽ നടക്കുന്ന തുഴച്ചിൽ മത്സരങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റാണിത്. 4 തവണ വേൾഡ് റോവിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടുണ്ട് ലേക്ക് ബ്ലഡ്. 1966, 1979, 1989, 2011 വർഷങ്ങളിലായിരുന്നു അത്. ലോകമെങ്ങുമുള്ള തുഴച്ചിൽ വിദഗ്ധരും ആസ്വാദകരും ഇവിടേക്കെത്തിയ ദിനങ്ങൾ. ദേശീയവും പ്രാദേശികവുമായ നിരവധി തുഴച്ചിൽ മത്സരങ്ങൾക്ക് ലേക്ക് ബ്ലഡ് വേദിയാകാറുണ്ട്. തടാകത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ ഇവിടെ രസകരമായൊരു കാഴ്ചയുണ്ട്. ഒരു പബ്ലിക് ജിം സെറ്റ് ചെയ്തിരിക്കുന്നു. തടാകതീരത്തെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ ആർക്കും വന്നിരുന്ന് വർക്കൗട്ട് ചെയ്യാം. വികസിത രാജ്യങ്ങളിൽ പൗരന്മാർക്കുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാണ്. മലമുകളിൽ നിന്നും മഞ്ഞുരുകിയെത്തുന്ന ചെറിയ അരുവി ചെറുമരപ്പാലത്തിനടിയിലൂടെ തടാകത്തിൽ ചെന്നു ചേരുന്നു. പ്രദേശവാസികൾക്ക് ഓടാനും ചാടാനും വ്യായാമത്തിലേർപ്പെടാനും കൂടാരം കുത്തി താമസിക്കാനുമെല്ലാം സൗകര്യമൊരുക്കിയിരിക്കുന്ന പ്രദേശം. 6300 മാത്രമാണ് ബ്ലഡിലെ ജനസംഖ്യയെന്നോർക്കണം. ഇതാണ് ബ്ലഡ് ലേക്കിന്റെ വടക്കേ അതിര്. ജലപക്ഷികൾ സ്വൈര്യവിഹാരം നടത്തുന്ന വൃത്തിയുള്ള തടാകം. തീരവും ജലവുമെല്ലാം ഏറ്റവും വൃത്തിയോടെ സംരക്ഷിക്കുന്ന ജനമുള്ള നാട്. മനോഹരമായ പ്രകൃതി. എപ്പോഴും ഞാൻ കാറിൽ കയറാൻ ചെല്ലുമ്പോൾ അലേഷ് വന്ന് വാതിൽ തുറന്നു തന്ന് ഭവ്യതയോടെ നിൽക്കും. ഞാൻ തന്നെ വാതിൽ തുറന്നോളാം എന്ന് പറഞ്ഞാലും അലേഷ് അത് കാര്യമാക്കില്ല. തടാകതീരത്തു നിന്നും യാത്ര തുടരുമ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം കാണുന്നത് ഹോട്ടലുകളാണ്. മഞ്ഞുകാലം രൂക്ഷതയിൽ നിൽക്കുന്ന ഏതാണ്ട് 3 മാസക്കാലം ഹോട്ടലുകൾ തീർത്തും വിജനമായിരിക്കും. അത്തരത്തിൽ ഹോട്ടലുകളിൽ ആളൊഴിഞ്ഞ സമയമാണിപ്പോൾ. ബ്ലഡിലെ കാഴ്ചകളിൽ നിന്നും ഇനി തുയി എന്ന പട്ടണത്തിലേക്ക് പോകാനാണ് എന്റെ തീരുമാനം. പല സ്ലൊവേനിയൻ വാക്കുകൾക്കും ഇംഗ്ലീഷിൽ അവയുടെ സ്പെല്ലിങ്ങിനനുസരിച്ചല്ല ഉച്ചാരണം. തുയി എന്ന പട്ടണത്തിന്റെ സ്പെല്ലിംഗ് PTUJ എന്നാണ്. ബ്ലഡ് പട്ടണത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളാണിത്. പല കെട്ടിടങ്ങളിലും ഒന്നോ അതിലധികമോ കുടുംബങ്ങൾ ഒരുമിച്ചാണ് വസിക്കുന്നത്. ക്രിസ്തുമതത്തിനു മുൻപ് ഗോത്രാചാരങ്ങളും വിശ്വാസങ്ങളും പുലർത്തിയിരുന്ന സ്ലൊവീനുകളുടെ വാസയിടമായിരുന്നു ബ്ലഡ്. ശിവ എന്നൊരു സ്ലാവിക് ദേവതയായിരുന്നു ഇന്നാട്ടുകാരുടെ പ്രധാന ആരാധനാമൂർത്തി. ശിവദൈവത്തിനു വേണ്ടിയുള്ള ക്ഷേത്രങ്ങൾ അന്ന് ഈ മേഖലയിൽ ധാരാളമുണ്ടായിരുന്നു. ക്രിസ്തുമതം എത്തിയതിനു ശേഷം ആ മതത്തിൽ വിശ്വസിക്കുമ്പോഴും പരമ്പരാഗതമായ തങ്ങളുടെ ആചാരങ്ങൾ പിന്തുടരുന്നവരാണ് ബ്ലഡിലെ ജനതയിൽ നല്ലൊരു ശതമാനവും. വിവാഹം, ജനനമരണങ്ങൾ എന്നിവയോടനുബന്ധിച്ചെല്ലാം അത്തരം ആചാരങ്ങളുണ്ട്. 7-ാം നൂറ്റാണ്ട് മുതലാണ് ബ്ലഡ് വലിയൊരു ജനവാസ പ്രദേശമായി വളർന്നത്. 632 മുതൽ 658 വരെ ഭരിച്ച സമോ എന്ന രാജാവിന്റെ കാലത്തായിരുന്നു ആ വളർച്ചയുടെ തുടക്കം. ജർമ്മൻ സാമ്രാജ്യം, ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യം എന്നിവയുടെയെല്ലാം അധീനതയിലായിട്ടുണ്ട് പല കാലങ്ങളിൽ ബ്ലഡ്. 1-ാം ലോകമഹായുദ്ധാനന്തരമാണ് ഇവിടം യുഗോസ്ലാവിയ രാജാവിന്റെ കീഴിലായത്. ബ്ലഡ് പിന്നിട്ട് കാർ ഇപ്പോൾ മെയിൻ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. അതിമനോഹരവും സൗകര്യപ്രദവുമായ പാതകളാണ് ഇവിടുത്തെ കാഴ്ച. ഒരു എക്സ്പ്രസ് ഹൈവേയുടെ നിലവാരത്തിൽ അതങ്ങനെ കിടക്കുന്നു. പക്ഷേ കാലാവസ്ഥ എന്നെ നിരാശനാക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ കാര്യം തന്നെ പന്തികേടാണ്. ഹൈവേയിൽ കയറിയതോടെ കാറിന്റെ വേഗം കൂടിയിരിക്കുന്നു.
ഇനി ലുബ്ലിയാനയിലേക്ക് പോകാതെ കിഴക്കോട്ട് യാത്ര ചെയ്യണം. കിഴക്കാണ് തുയി എന്ന പട്ടണം. ഈ യാത്രയിൽ പാതയുടെ ഇരുഭാഗത്തുമുള്ളത് സ്ലൊവേനിയയുടെ ഗ്രാമീണ ജീവിതത്തിന്റെ കാഴ്ചകളാണ്. വഴിയരികിലൂടെ നടന്നു പോകുന്നവരെയോ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരെയോ ഒന്നും ഇവിടെ കാണില്ല. വിശാലമായ കൃഷിയിടങ്ങൾ, അതിനോട് ചേർന്ന് കുറെ വീടുകൾ തൊട്ടുരുമി നിൽക്കുന്ന ചെറിയൊരു ഗ്രാമം. ഗ്രാമത്തിന്റെ ഒത്ത മധ്യത്തിൽ ആകാശത്തേക്ക് ഗോപുരമുന നീട്ടി നിൽക്കുന്ന ഒരു പള്ളി. ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം ഗ്രാമങ്ങൾക്ക് ശല്യമാകാതിരിക്കാനാണ് ഇക്കാണുന്ന സൗണ്ട് ബാരിയറുകൾ. ഇക്കാര്യത്തിൽ പോലും ഇവിടുത്തുകാർ എത്ര ശ്രദ്ധ പുലർത്തുന്നു എന്ന് കാണുക. അകലെ മലനിരകൾ, അവയിൽ പലതും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വീണ്ടും അടുത്ത ഗ്രാമത്തിന്റെ കാഴ്ചയിലേക്ക് എത്തുകയായി. ഗ്രാമപരിസരത്തെ കൃഷിയിടങ്ങൾ ഉഴുതുമറിച്ചിട്ടിരിക്കുന്നു. മഞ്ഞുകാലം കഴിയുമ്പോഴേക്കും കൃഷിയിടങ്ങളിൽ വിതച്ചിരിക്കുന്നത് മുളച്ചു പൊങ്ങിത്തുടങ്ങും. ധാന്യങ്ങളുടെ കൃഷിയിൽ അത്ര മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമൊന്നുമല്ല സ്ലൊവേനിയ. കന്നുകാലികൾക്കുള്ള പുല്ല് വളർത്താനാണ് നിരന്ന കൃഷിഭൂമിയിൽ നല്ലൊരു ശതമാനവും ഉപയോഗപ്പെടുത്തുന്നത്. സമ്പന്ന രാജ്യമാണെങ്കിലും ഗ്രാമങ്ങളിലെ വീടുകൾ എത്രത്തോളം പാരമ്പര്യ തനിമയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നത് അത്ഭുതകരമാണ്. കൃഷിയിടങ്ങൾക്കും മലകൾക്കുമിടയിലാണ് വീടുകളുടെ നിരകൾ. ഗ്രാമങ്ങൾക്കാകെ തന്നെ ഒരു കാൽപ്പനിക ഭാവമാണ്. ചെരിഞ്ഞ കറുത്ത മേൽക്കൂരയുള്ള വീടുകൾ, മലനിരകളുടെ ഉദരം തുളച്ചു നിർമ്മിച്ച ടണലുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. 1-2 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങൾ. ടണൽ പിന്നിടുമ്പോൾ വീണ്ടും പുൽമേടുകളുടെ കാഴ്ചയിലേക്കെത്തുന്നു. ഇവിടെയുമുണ്ട് ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ അടുത്തടുത്തായി നിലകൊള്ളുന്ന ഗ്രാമങ്ങൾ. എല്ലാ ഗ്രാമങ്ങളുടെയും മധ്യത്തിലുള്ള പള്ളിക്ക് ഒരേ രൂപമാണെന്ന് തോന്നും. ഈ യാത്രയിൽ ഇനി ഇത്തരം നിരവധി ഗ്രാമങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ഓരോ ഗ്രാമത്തെയും വാഹനങ്ങളുടെ ശബ്ദത്തിൽ നിന്നും സംരക്ഷിക്കാൻ ഇത്തരം ബാരിയറുകളുണ്ട്. ഇടയ്ക്കിടെ ടോൾ ഗേറ്റുകൾ. അവിടെയൊന്നും കാത്തുകിടക്കേണ്ടതില്ല. ഇലക്ട്രോണിക് പാസ് ഉള്ളതിനാൽ അതിവേഗം കടന്നുപോകാം. റോഡുകൾ അതിഗംഭീരമായ അടിസ്ഥാന സൗകര്യം തന്നെയാണ് ഇവിടെ. പണ്ടെന്നോ ഉണ്ടായിരുന്ന ഒരു പാത കാലാകാലം വീതി കൂട്ടി ഇങ്ങനെയായി തീർന്നതല്ല. പുതിയ കാലത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തുചേർത്ത് നിർമ്മിച്ചതാണ്. നല്ല പാതകൾ തന്നെയാണ് ഏതൊരു നാടിന്റെയും വികസനത്തിന്റെ അടിസ്ഥാനം. യുഗോസ്ലാവിയയിൽ നിന്ന് വിഘടിച്ച് സ്ലൊവേനിയ സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നതിനു ശേഷമുണ്ടായ പാതകളാണ് ഇവയിൽ പലതും. മലനിരകളെ തുരന്ന് പാത എങ്ങനെ കടന്നുപോകുന്നു? മലയെ ചുറ്റിവളഞ്ഞ് കയറിയിറങ്ങി ഇന്ധനവും സമയവും നഷ്ടപ്പെടുത്തേണ്ടതില്ല. മലയുണ്ടെങ്കിലും നദിയുണ്ടെങ്കിലും പാത ഒരേ ലെവലിൽ അങ്ങനെ പോകുന്നു. ഇതിന് സമാന്തരമായി എതിർദിശയിലേക്ക് മറ്റൊരു ടണലുമുണ്ടാവും. വികസിത രാജ്യങ്ങളിലെ എല്ലാം റോഡ് ശൃംഖല ഇങ്ങനെയുള്ളതാണ്. ശാസ്ത്രീയമായ അടിസ്ഥാന സൗകര്യ വികസനമെന്ന് വിവക്ഷിക്കുന്നത് ഇതുതന്നെയാണ്. വീണ്ടും മുന്നിൽ മറ്റൊരു മല കാണാം. അതിനെയും തുരന്ന് 2 ടണലുകൾ കടന്നുപോകുന്നു. എത്ര സൗകര്യപ്രദമാണ് ഈ ഗതാഗത സംവിധാനമെന്ന് കാണുക. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്രകൾ അവിസ്മരണീയമായ ഒരു അനുഭവമായി തീരുന്നു. നേരെ മുന്നിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന മലനിരകൾ കാണാം. അതിന്റെ താഴ്വാരത്തുകൂടി വേണം ഞങ്ങൾക്ക് തുയി പട്ടണത്തിലേക്കെത്താൻ. ഇങ്ങനെ സ്ലൊവേനിയൻ പ്രകൃതിയെ കണ്ടിരിക്കവേ ഈ നാടിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. നിരന്തരമായ സമരങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഉയർത്തെഴുന്നേൽപ്പുകളുടെയും ചരിത്രമാണ് സ്ലൊവേനിയയുടേത്. 1-ാം നൂറ്റാണ്ടിൽ പ്രാദേശിക ഗോത്രവിഭാഗങ്ങളെ അടിച്ചമർത്തി റോമാ സാമ്രാജ്യം ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതോടെയാണ് ആധുനിക സ്ലൊവേനിയയുടെ ചരിത്രം തുടങ്ങുന്നത്. റോമാക്കാർ ഇവിടെ 6-ലധികം വലിയ നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ സ്ലൊവീനുകൾ എന്നും റോമാക്കാരുടെ അധീനതയിൽ കഴിയാൻ ആഗ്രഹിച്ചില്ല. 7-ാം നൂറ്റാണ്ടിൽ സാമോ എന്ന ധീരയോദ്ധാവിന്റെ നേതൃത്വത്തിൽ സ്ലൊവീനിയൻ ഗോത്രങ്ങൾ സംഘടിച്ച് റോമാക്കാരെ ഈ ഭൂപ്രദേശത്തു നിന്നും തുരത്തി. ബോൾസ്ക എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ബോൾസ്ക നദിയുടെ തീരത്തെ ഒരു ഗ്രാമമാണിത്. ഒരു കാർഷിക പ്രദേശം.
കന്നുകാലി വളർത്തലും ബോൾസ്ക നദിയിൽ നിന്നുള്ള മത്സ്യബന്ധനവുമായി ഉപജീവനം കഴിച്ചിരുന്ന ഒരു ജനസമൂഹമാണ് പരമ്പരാഗതമായി ഇവിടെ ഉണ്ടായിരുന്നത്. ബോൾസ്കയിലെ ടോൾ ഗേറ്റും പിന്നിട്ട് യാത്ര തുടരുമ്പോൾ വിദൂരതയിൽ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞു നിൽക്കുന്ന മലനിരകൾ നല്ലൊരു കാഴ്ചയാവുന്നു. അതിന്റെ താഴ്വാരം വരെ വ്യാപിച്ചു കിടക്കുന്ന നിരന്ന കൃഷിയിടങ്ങൾ. സ്ലൊവൻസ്ക ബിസ്ട്രിക്ക എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. വലിയൊരു പട്ടണമാണ് സ്ലൊവൻസ്ക ബിസ്ട്രിക്ക. അതിന് പ്രാന്തഭാഗത്തുകൂടിയാണ് ഞങ്ങൾ കടന്നുപോകുന്നത്. 8 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു നിൽക്കുന്നതാണ് സ്ലൊവൻസ്ക ബിസ്ട്രിക്ക പട്ടണം. ഇവിടെ വെച്ച് കാർ ഹൈവേയിൽ നിന്നും ഒരു ഉൾവഴിയിലേക്ക് തിരിയുകയാണ്. ഞാനും അലേഷും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്നതുകൊണ്ട് സഞ്ചാരം പൂർണ്ണമാവില്ലല്ലോ. സ്ലൊവേനിയയുടെ നാട്ടുമ്പുറ കാഴ്ചകളും കാണണം. അങ്ങനെ ഒരു നാട്ടുപാതയിലൂടെയാണ് ഇപ്പോൾ തുയി ലക്ഷ്യമാക്കി പോകുന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ ഗ്രാമീണ വീടുകൾ. ചിലയിടത്തെത്തുമ്പോൾ ചെറിയ വനപ്രദേശത്തു കൂടിയാവുന്നു യാത്ര. ഇതാണ് സ്ലൊവേനിയയുടെ ഉൾനാടുകളുടെ കാഴ്ച. അതിവിശാലമായ കൃഷിയിടങ്ങൾ, അതിന് നടുവിലൂടെയുള്ള ഗ്രാമീണ പാതകൾ. ഇവിടെയൊക്കെ ഗ്രാമങ്ങളിലേക്കിറങ്ങി വീടുകളിൽ കയറി കാഴ്ചകൾ ചിത്രീകരിച്ചുകൂടെ എന്ന് പ്രേക്ഷകർ ചോദിക്കരുത്. അത് സാധ്യമല്ലെന്നതു തന്നെ കാരണം. ഇന്നാട്ടുകാരൊന്നും അത് അംഗീകരിക്കുകയുമില്ല. ചെറിയ തുണ്ടുകളായി വേലി കെട്ടിത്തിരിച്ച കൃഷിയിടങ്ങളല്ല ഇവിടെയുള്ളത്. മാർഷൽ ടിറ്റോയുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്നപ്പോൾ കൂട്ടുകൃഷി സമ്പ്രദായമുണ്ടായിരുന്ന നാടാണ് യുഗോസ്ലാവിയ. യുഗോസ്ലാവിയയുടെ ഭാഗമെന്ന നിലയിൽ സ്ലൊവീനിയൻ പ്രദേശത്തും അത്തരം കൃഷിരീതി നടപ്പാക്കിയിരുന്നു. കൃഷിഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വയ്ക്കുന്നത് തടയുകയായിരുന്നു കളക്റ്റീവ് ഫാമിംഗിന്റെ പ്രധാന ലക്ഷ്യം. പ്രാഗറസ്കോ എന്ന പ്രദേശമാണ് ഇപ്പോൾ പിന്നിടുന്നത്. സ്ലൊവൻസ്ക ബിസ്ട്രിക്ക മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറുപട്ടണമാണ് പ്രാഗറസ്കോ. കുറച്ചുകൂടി ചെല്ലുമ്പോൾ സിക്കോളെ എന്ന ഗ്രാമമാണ് ഇക്കാണുന്നത്. മേഖലയിലെ ഒരു ഹെറിറ്റേജ് വില്ലേജാണ് സിക്കോളെ. 14-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള വീടുകളും മറ്റു കെട്ടിടങ്ങളും ഈ ഗ്രാമത്തിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിതമായ നിക്കോളെ വില്ലേജ് ചാപ്പലും ഏറെ പ്രസിദ്ധമാണ്. സിക്കോളെ പിന്നിടുന്നതോടെ വനത്തിന് നടുവിലൂടെയായി യാത്ര. ഈ രാജ്യത്തിന്റെ 50% ഭൂപ്രദേശവും പലയിനം വൃക്ഷങ്ങൾ ഇടകലർത്തി നട്ടുവളർത്തുന്ന വനമാണ്. വനം കടന്ന് സ്ഗോർണിയ ഹൈദീന എന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. ഹൈദീന മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറുകിട വ്യവസായ കേന്ദ്രവും സെറ്റിൽമെന്റുമാണ് ഇവിടം. ഗ്രാമങ്ങളുടെ പേരിനൊപ്പം മുനിസിപ്പാലിറ്റിയുടെ പേരുകൂടി ചേർക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ. അതിനാൽ ഹൈദീന എന്ന് അവസാനിക്കുന്ന പേരുള്ള പല സ്ഥലങ്ങൾ ഈ യാത്രയിൽ കാണാനാവും. ഒരേ സമയം കാർഷിക കേന്ദ്രവും വ്യവസായ കേന്ദ്രവുമാണ് സ്ഗോർണിയ ഹൈദീന. പഴയകാലത്ത് മേഖലയിലെ ഒരു മതകേന്ദ്രമായിരുന്നു ഇവിടം. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു പാരിഷ് ചർച്ച് ഇപ്പോഴും ഈ ഗ്രാമത്തിലുണ്ട്. സ്ഗോർണിയ ഹൈദീന പിന്നിട്ടു നീങ്ങുമ്പോൾ ഒരു പാലത്തിലേക്ക് എത്തുന്നു. ഡ്രാവ നദിയുടെ കുറുകെയുള്ള പാലം. അത് കടക്കുമ്പോൾ മുന്നിൽ തുയി പട്ടണം കാണാം. തുയി കാസിലാണ് ദൂരെ കുന്നിൻ മുകളിൽ കാണുന്നത്. പാലം കടന്ന് കാർ തുയി പട്ടണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആദ്യം തുയി കാസിൽ സന്ദർശിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തുയി ഒരു ചരിത്ര നഗരമാണ്. ഇന്ന് സ്ലൊവേനിയയുടെ പ്രമുഖമായൊരു ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് തുയി. എന്നാൽ ബ്ലഡ് എന്ന പോലെ തുയിയും മഞ്ഞുകാല സുഷുപ്തിയിലാണെന്ന് തോന്നും. ഇതാണ് തുയിയിലെ ഏറ്റവും പ്രധാന നിർമ്മിതി, തുയി കാസിൽ. ഒരു കുന്നിൻ മുകളിൽ നിലകൊള്ളുന്ന കാസിലിൽ നിന്നാൽ തുയി പട്ടണത്തെ ആകെ കാണാം. കാസിലിലേക്ക് കാർ വിടാൻ ഞാൻ അലേഷിനോട് പറഞ്ഞു. അങ്ങനെ കുന്നു കയറുകയാണ്. കാസിൽ നിൽക്കുന്ന കുന്നുപോലും സംരക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുക. പ്രകൃതിദത്ത രീതിയിൽ പുല്ലുപിടിപ്പിച്ച് മണ്ണിടിയാതെ സംരക്ഷിച്ചിരിക്കുന്നു. മാലിന്യത്തിന്റെ ഒരു കണിക പോലും എവിടെയും കാണുന്നില്ല. ഫ്ലെക്സ് ബോർഡുകൾ നിരത്തി സ്ഥാപിച്ചിട്ടില്ല. ഇതുതന്നെയാണ് പ്രകൃതിദത്ത സൗന്ദര്യം. കാസിലാകട്ടെ നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ പരുക്കൻ ഭാവത്തോടെയാണ് നിലനിർത്തിയിരിക്കുന്നത്. തുയി പട്ടണത്തിന്റെ ലാൻഡ്മാർക്കാണ് ഇവിടുത്തെ കാസിൽ. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണത്. വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് തുയിയിൽ ബിഷപ്പിന്റെ ഭരണം നടന്നിരുന്നപ്പോഴായിരുന്നു
ഈ കാസിൽ നിർമ്മിക്കുന്നത്. അക്കാലത്ത് ഈ പ്രദേശമെല്ലാം ഹംഗേറിയൻ സൈന്യത്തിന്റെ കടുത്ത ഭീഷണി നേരിടുന്നുണ്ടായിരുന്നു. ഹംഗറിക്കാരെ പ്രതിരോധിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് ഈ കാസിൽ നിർമ്മിതമാവുന്നത്. കൂറ്റനൊരു ദുർഗം. അടുത്തു ചെല്ലുമ്പോൾ കാസിലിന്റെ വൈപുല്യം വ്യക്തമാവുന്നു. യൂറോപ്പിൽ സ്ലൊവേനിയ എന്ന രാജ്യത്തെക്കുറിച്ച് തന്നെ നമ്മിൽ പലരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. തുയി എന്ന പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. തുയി കാസിലിന്റെ കാഴ്ചകൾ പകർത്താനായി ഞാൻ അതിൻ്റെ വാതിൽക്കലേക്ക് എത്തി.